നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. ശബരിമല പാക്കേജിൽ ഉൾപ്പെടുത്തി വികസിപ്പിക്കുന്ന വെണ്ടൂർ വട്ടനാത്ര വരാക്കര പള്ളി റോഡിന്റെ നിർമ്മാണോദ്ഘാടനം പൊതുമരാമത്ത് മന്ത്രി PM മുഹമ്മദ് റിയാസ് ഓൺലൈനിൽ നിർവഹിച്ചു. KK രാമചന്ദ്രൻ MLA അധ്യക്ഷനായി. ശിലാഫലകം KK രാമചന്ദ്രൻ MLA അനാച്ഛാദനം ചെയ്തു. 6.50 കോടിയാണ് നിർമ്മാണ ചെലവ്. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി VB മുഖ്യ അതിഥിയായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം CK ബിന്ദു, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ E ഉഷാദേവി, K വിജീഷ് കുമാർ, KK ഹരിദാസ്, PWD കൊടകര റോഡ്സ് ഡിവിഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഷീന ജോസഫ്, PWD റോഡ്സ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റാബിയ എന്നിവർ പ്രസംഗിച്ചു. വരാക്കര പള്ളി വരെ ഉള്ള ഒരു PW റോഡാണ് ഇതിലൂടെ കടന്നു പോകുന്നത്. അതിന് നേരത്തെ തന്നെ ഇവിടെ PWD എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിരുന്നു. 10 കോടി രൂപയില്ല, എന്നാ വേണ്ടിയിരുന്നു 10 കോടി രൂപയോളം വെണ്ടൂർ മുതൽ വരാക്കര പള്ളി വരെ BMPCയിലാക്കുന്നതിന് ആവശ്യമുണ്ട്. നമ്മുടെ നിയോജക മണ്ഡലം MLA, എൻ്റെ ഒരു പഴയകാല സുഹൃത്ത്. ഞങ്ങള് ഒരു കാലത്ത് യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾ സുഹൃത്തുക്കളായി. അദ്ദേഹം DYFIയുടെ ജില്ലാ നേതൃത്വത്തിലും ഞാനൊരു തീവ്ര വിപ്ലവ യുവജന പ്രസ്ഥാനത്തിന്റെ ജില്ലാ പ്രസിഡന്റായും പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ ഒരു അന്ന് സുഹൃത്തായി നിന്നൊരു കാലഘട്ടമുണ്ട്. മന്ത്രി മുഹമ്മദ് റിയാസ് അവർകൾ, മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് അശ്വതി VB, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ബിന്ദു ടീച്ചർ, വേദിയിലുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഗ്രാമപഞ്ചായത്ത് അംഗം ഹരിദാസ് ഏട്ടൻ, അതുപോലെ ഉഷാദേവി, പൊതുമരാമത്ത് വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ, പ്രിയപ്പെട്ടവർ. നാടിന്റെ വികസനം അത്ഭുതപൂർവമായ ഒരു കാലഘട്ടമാണ് കടന്നുപോയിട്ടുള്ളത്. കേരളത്തിലെ ദൂര യാത്രകൾ ചെയ്യുന്ന ആളുകൾക്കറിയാം ഈ നാടിന്റെ റോഡിന്റെ വികസനം എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത്. 50-60 വർഷക്കാലം മുമ്പ് അങ്ങനെ റോഡ് നിർമ്മിച്ച്, ഇപ്പൊ നേരത്തെ പ്രസിഡന്റ് പറഞ്ഞ പോലെ പെരുമ്പള്ളം നിവാസികൾക്ക് 100 കോടിയിലധികം രൂപ നൽകി കൊടുത്തു. പിന്നെന്താ പറഞ്ഞൊരു വാചകം ഓർമ്മയുണ്ടാ? എല്ലാവരും ഇതിന്റെ പ്രവർത്തകരായി മാറണം. അപ്പൊ എല്ലാവരും ഇതിനോടൊപ്പം തന്നെ ചേർന്നുകൊണ്ട് ഏറ്റവും പെട്ടെന്ന് നമ്മുടെ ഈ റോഡ് നിർമ്മാണം പൂർത്തിയാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് അതിന്റെ ചുരുക്കം വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. കൊടകര പഞ്ചായത്ത് ഉപഭോക്തൃ സമിതിയുടെ നേതൃത്വത്തിൽ ലോക ഉപഭോക്തൃ ദിനം ആചരിച്ചു. ദിനാചരണം കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. കൊടകര പഞ്ചായത്ത് ഉപഭോക്തൃ സമിതി പ്രസിഡന്റ് പുഷ്പാകരൻ തോട്ടുപുറം അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം സുമി ബിജു, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ ഡയറക്ടർ പ്രിൻസ് തെക്കൻ, പാലി ഉപ്പുംപറമ്പിൽ, പോൾസൺ ആലപ്പാട്ട്, ഡേവിസ് പാറവളപ്പിൽ എന്നിവർ പ്രസംഗിച്ചു. ആളൂരിൽ ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിൽ 7 വർഷമായി ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ തൃശൂർ റൂറൽ പോലീസ് പിടികൂടി. എറണാകുളം നെടുമ്പാശ്ശേരി കുന്നുക്കര സ്വദേശി തെക്കനത്ത് വീട്ടിൽ പൗലോസ് എന്നയാളെയാണ് എറണാകുളം കോതമംഗലം കവളങ്ങാട്ട് നിന്നും തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. കല്ലേറ്റുങ്കര സ്വദേശിനിയുടെ മകൾക്ക് 45 ദിവസത്തിനുള്ളിൽ ഫെഡറൽ ബാങ്കിൽ ജോലി ശരിയാക്കി നൽകാം എന്ന് വിശ്വസിപ്പിച്ച് 2019 ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായാണ് 2 ലക്ഷം രൂപ ഇയാൾ കൈക്കലാക്കിയത്. പണം നൽകിയിട്ടും ജോലി ശരിയാക്കി കൊടുക്കുകയോ വാങ്ങിയ തുക തിരികെ നൽകുകയോ ചെയ്യാതെ തട്ടിപ്പ് നടത്തിയതിനെ തുടർന്ന് ആളൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് പ്രകാരം കേസെടുക്കുകയായിരുന്നു. സംഭവത്തിന് ശേഷം കഴിഞ്ഞ 7 വർഷമായി പ്രതി വിവിധ സ്ഥലങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്നു. പിടികിട്ടാപ്പുള്ളികളെ പിടികൂടുന്നതിനായി രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ പിടികൂടിയത്. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. ആളൂർ പോലീസ് സ്റ്റേഷൻ GSIമാരായ ജയകുമാർ, സലീം, CPOമാരായ ശ്രീജിത്ത്, ആകാശ്,
ഡാനിയൽ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. കൊരട്ടി കിൻഫ്ര പാർക്കിനുള്ളിലെ സ്വകാര്യ സ്ഥാപനത്തിൽ അതിക്രമിച്ചു കയറി 7 ലക്ഷം രൂപ വിലമതിക്കുന്ന ട്രാൻസ്ഫോമർ ഭാഗങ്ങൾ കവർന്ന കേസിൽ അസം സ്വദേശി പിടിയിൽ. മോരിഗാവ് സ്വദേശി ജാഹിറുൽ ഇസ്ലാമിനെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രോപ്പർട്ടി പൈക്കിംഗ് എന്ന സ്ഥാപനത്തിലാണ് മോഷണം നടന്നത്. കഴിഞ്ഞ ഡിസംബർ 5-നും ഈ വർഷം മാർച്ച് 5-നും ഇടയിലുള്ള സമയത്താണ് മോഷണം നടന്നത്. സ്ഥാപനത്തിനുള്ളിലെ മുറിയിൽ സൂക്ഷിച്ചിരുന്ന ഇൻഡോർ ട്രാൻസ്ഫോമർ പൊളിച്ച് അതിനുള്ളിലുണ്ടായിരുന്ന 7 ലക്ഷം രൂപയോളം വില വരുന്ന കോപ്പർ ചുരുളുകളും മറ്റുമാണ് മോഷ്ടിച്ചു കടത്തിയത്. ആക്രി ശേഖരിക്കുന്ന ജോലിയാണ് പ്രതിക്ക്. ഇതിനിടയിലാണ് കിൻഫ്ര പാർക്കിനുള്ളിലെ സ്വകാര്യ സ്ഥാപനത്തിൽ അതിക്രമിച്ചു കയറി മോഷണം നടത്തിയത്. മോഷ്ടിച്ച മുതലുകൾ സമീപത്തെ കുറ്റിക്കാട്ടിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഇവ വിൽപ്പനയ്ക്കായി കൊണ്ടുപോകുന്നതിനിടെയാണ് പ്രതി പോലീസിന്റെ പിടിയിലായത്. ജാഹിറുൽ ഇസ്ലാം ഒല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മയക്കുമരുന്ന് കൈവശം വെച്ച കേസിലും 3 മോഷണ കേസുകളിലുമടക്കം 4 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട NSS മുകുന്ദപുരം താലൂക്ക് യൂണിയൻ ഭരണസമിതി, യൂണിയൻ പഞ്ചായത്ത് ഭരണസമിതി പ്രതിനിധി സഭാംഗങ്ങൾ എന്നിവർ ചങ്ങനാശ്ശേരി മന്നം സമാധിയിലെത്തി പുഷ്പാർച്ചനയും ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുമായി കൂടിക്കാഴ്ചയും നടത്തി. യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് D. ശങ്കരൻകുട്ടി, വൈസ് പ്രസിഡന്റ് R. ബാലകൃഷ്ണൻ, സെക്രട്ടറി S. കൃഷ്ണകുമാർ, കരയോഗം രജിസ്ട്രാർ ഓഫീസ് സൂപ്രണ്ട് B. ഗോപാലകൃഷ്ണൻ നായർ, ഭരണസമിതി അംഗങ്ങളായ നന്ദൻ പറമ്പത്ത്, സുനിൽ K. മേനോൻ, AG രാജേഷ്, സോമൻ മുത്രത്തിക്കര, PR അജിത് കുമാർ, രവി കണ്ണൂർ, ബിന്ദു G. മേനോൻ, KS സുരേന്ദ്രൻ, KB ശ്രീധരൻ, വിജയൻ ചിറ്റേത്ത്, രമ വിജയൻ, ചന്ദ്രമതി സുരേഷ്, പഞ്ചായത്ത് കമ്മിറ്റി അംഗം പ്രവീൺ കുമാർ, AG മണികണ്ഠൻ, N. ഗോവിന്ദൻകുട്ടി, യൂണിയൻ ഇലക്ടറൽ റോൾ മെമ്പർ KP ഹരീഷ് കുമാർ, പഞ്ചായത്ത് കമ്മിറ്റി അംഗം സുധാകരൻ, പ്രതിനിധി സഭാംഗം ഉണ്ണികൃഷ്ണൻ മേനോൻ, ഉണ്ണികൃഷ്ണൻ എടാട്ട്, സദാശിവൻ കുറുവത്ത്, കരയോഗം രജിസ്ട്രാർ BV ശശിധരൻ നായർ എന്നിവരടങ്ങിയ സംഘമാണ് മന്നം സമാധിയിലെത്തി പുഷ്പാർച്ചന നടത്തിയത്. കാലാവസ്ഥ. കൂടിയ താപനില 35 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 14,750 രൂപയും പവന് 1,18,240 രൂപയും രേഖപ്പെടുത്തി. കല്ലൂർ മഠം വഴിയിൽ എലുവത്തിങ്കൽ പല്ലിശ്ശേരി ഈനാശു അന്തരിച്ചു. 68 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് വൈകിട്ട് 5-ന് കല്ലൂർ വെസ്റ്റ് ഹോളി മേരി റോസറി പള്ളിയിൽ. സെലീനയാണ് ഭാര്യ. ലിൻഡോ, ലിജോ, ലിൻസി എന്നിവർ മക്കളും ലൗലി, സിനോ എന്നിവർ മരുമക്കളുമാണ്. കല്ലൂർ പാലത്തുപറമ്പ് വിയ്യത്ത് പരേതനായ ശങ്കരൻ ഭാര്യ ലക്ഷ്മി അന്തരിച്ചു. 85 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് 2-ന് കൊഴുക്കുള്ളി ശ്മശാനത്തിൽ. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.